നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള തങ്ങളുടെ രണ്ടാം സന്നാഹ മത്സരം ബ്രസീൽ വിജയിച്ചേറുമ്പോൾ ആശങ്കയായിട്ടുള്ളത് വെസ്ലിയുടെ പരിക്ക് തന്നെയാണ്. എന്ത് സംഭവിക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ന് ശരിക്കും ബ്രസീൽ ക്യാമ്പിൽ ആശങ്കയുണ്ട്. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ വരും. ഏതായാലും ഇപ്പോൾ നമ്മൾ ബ്രസീൽ ടീമിലെ ഓരോ താരങ്ങളുടെയും പ്രകടനം ഒന്ന് വിലയിരുത്തുകയാണ്. ടീമിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നമുക്ക് വേറെ നോക്കണം. ഇത് ഓരോ താരങ്ങളുടെയും പ്രകടനം നമുക്ക് അവരുടെ റേറ്റിംഗ് വെച്ചൊന്ന് നോക്കാം. ആദ്യം ആലിസൺ ബെക്കർ ഒരു ഗോൾ വഴങ്ങി, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ പിഴവല്ല. ശരിക്കും ആ പിഴവ് ഉണ്ടാക്കിയത് മാർക്കിഞ്ഞോസ് ആണ്. അദ്ദേഹത്തിൻ്റെ ടെറിബിൾ ബാക്ക് പാസ്സാണ് ആ പ്രശ്നമുണ്ടാക്കിയതും ഈജിപ്ത് ഗോളടിച്ചതും. 45 മിനിറ്റാണ് ആലിസൺ കളിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 5.5 വെസ്ലി 15 മിനിറ്റ് മാത്രമാണ് കളിച്ചത്. മസിൽ ഇഞ്ചുറിയാണ്. ശരിക്കും അദ്ദേഹം വളരെ നിരാശനായിട്ടാണ് കയറിപ്പോയത്. മാത്രമല്ല ബെഞ്ചിൽ അദ്ദേഹം കണ്ണീരൊഴുക്കുന്ന കാഴ്ച കണ്ടു. എന്തായാലും അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഇത് മൊറോക്കോക്കെതിരെയുള്ള കളിക്ക് ബ്രസീൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചൊരു ഫോർമേഷനായിരുന്നു. പ്രത്യേകിച്ച് വെസ്ലി ആ വിങ്ങിലൂടെ വലിയ നീക്കങ്ങൾ ഉണ്ടാക്കുമെന്നും കരുതിയതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം പുറത്താവുകയാണെങ്കിൽ വമ്പൻ തിരിച്ചടിയായിരിക്കും. എന്തായാലും ഈ കളിച്ച 15 മിനിറ്റിലെ റേറ്റിംഗ് വെച്ച് അദ്ദേഹത്തിന് 6 റേറ്റിംഗ്. ഇബാനസ് വളരെ മികച്ച പ്രകടനമാണ് ഈ ആദ്യ പകുതിയിൽ നടത്തിയത്. ഒരു പക്ഷേ ബ്രസീൽ ടീമിന് ആദ്യ പകുതിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ കളിക്കാരൻ ഇബാനസാണ് എന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ടുള്ള ടാക്കിളുകൾ, അതുപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള ബോൾ ഡിസ്ട്രിബ്യൂഷന് മനോഹരമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 6.5. മാർക്കിഞ്ഞോസ് ആ ഒരു ഗോള് എതിരാളികൾക്ക് സമ്മാനിച്ചത് മാർക്കിഞ്ഞോസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു തിയററ്റിക്കലി സിമ്പിളായിട്ട് കൊടുക്കേണ്ട ഒരു ബാക്ക് പാസ്സാണ് അങ്ങനെ മിസ്പ്ലേസ്ഡ് ആയി പോയത്. അതുപോലെ തന്നെ ബോൾ റിക്കവർ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് താഴെയാണ്, 4.5. ഡഗ്ലസ് സാൻഡോസ് സത്യം പറഞ്ഞാൽ അലക്സാന്ദ്രോക്ക് പകരം എന്ന രൂപത്തിൽ കോച്ച് കളിക്കളത്തിലേക്ക് ഇറക്കിയതാണ്. എന്നാൽ നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹം ഇടതുപാർശ്വം മാർക്ക് ചെയ്യുന്നതിലൊക്കെ മുന്നിട്ട് നിന്നു. അതുപോലെ അദ്ദേഹത്തിന് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മുന്നേറ്റത്തിൽ സപ്പോർട്ട് കൊടുക്കാനും പറ്റി. റേറ്റിംഗ് 6. കാസമിറോ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മിഡ്ഫീൽഡിലെ സാന്നിധ്യം ബ്രസീലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് കപ്പാസിറ്റിയും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് സ്ഥിരമായിട്ട് അദ്ദേഹത്തെ കോച്ച് ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് റേറ്റിംഗ് 5.5. ബ്രൂണോ ഗുയിബേറസ് ബ്രസീലിൻ്റെ ഓപ്പണിംഗ് ഗോള് നേടിയിട്ടുള്ള താരം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറിയിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ. ആ പ്രീ ഇഞ്ചുറി ഫോമിലേക്ക് അദ്ദേഹം പതിയെ എത്തുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പം പനാമക്കെതിരെയുള്ള കളി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് റേറ്റിംഗ് 6. ലൂക്കാസ് പക്വറ്റ ഒരു പക്ഷേ വേൾഡ് കപ്പിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അദ്ദേഹം ഉണ്ടായേക്കാം. അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തുകൊണ്ടാണ് കോച്ച് ഈ ഒരു 11 ഇറക്കിയിരുന്നത്. ഇൻ ദി ഡിഫൻസീവ് ഫോർമേഷൻ അദ്ദേഹത്തിന് ആ ഒരു മിഡിലൂടെ റോം ചെയ്യാനുള്ള അവസരം, മുന്നേറ്റത്തിലാണെങ്കിൽ കുറച്ചുകൂടി വലതുപാർശ്വത്തോട് ചേർന്നുകൊണ്ട് മൂവ് ചെയ്യാനുള്ള അവസരം, ഇതൊക്കെയാണ് കൊടുത്തിരുന്നത്. എന്തായാലും മോശമല്ലാത്ത പെർഫോമൻസ് എന്ന് പറയാം. 6 അദ്ദേഹത്തിനുള്ള റേറ്റിംഗ്. ഇഗോർ തിയാഗോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ടീമിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ടുള്ള ചാൻസാണ്. ഗോളടിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 5. റാഫീഞ്ഞ അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈജിപ്ഷ്യൻ ഡിഫൻസിനെ അദ്ദേഹം ശരിക്കും കൺഫ്യൂസ്ഡ് ആക്കി, നല്ല രൂപത്തിൽ മൂവ് ചെയ്തു. അറ്റാക്കിൽ അദ്ദേഹം നീക്കങ്ങൾ ഉണ്ടാക്കി. അതുപോലെ എൻട്രിക്കിൻ്റെ ഗോളിന് വഴിവെച്ചതും റാഫീഞ്ഞയായിരുന്നു. റേറ്റിംഗ് 6. വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ സ്പീഡ് അത് എതിരാളികൾക്ക് ശരിക്കും പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വിനി ഒന്നുകൂടി ഡിസിസീവായ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റണം. പ്രത്യേകിച്ച് വേൾഡ് കപ്പാണ്. സോ ഫൈനൽ തേർഡിൽ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ കൊണ്ട് ഗുണമുണ്ടാവുന്ന രൂപത്തിലേക്ക് മാറ്റണം. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 5. പിന്നെ വെവേർട്ടൻ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നതാണ്. അദ്ദേഹത്തെ കോച്ച് കളിക്കളത്തിലേക്ക് ഇറക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അധികം വർക്കൊന്നും അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നില്ല. 2 ക്രോസുകൾ, ഡേഞ്ചറസ് ക്രോസുകൾ അദ്ദേഹത്തിന് പ്രിവെൻറ്റ് ചെയ്യേണ്ടി വന്നു. റേറ്റിംഗ് 6. ഡാനിലോ കളിക്കളത്തിലേക്ക് വെസ്ലിയുടെ പരിക്ക് കാരണം ഇറങ്ങിയ ആളാണ്. ഏതായാലും കുറച്ചുകൂടി ബെറ്ററായിട്ട്
ഒരു ഡിഫൻഡർ എന്ന രൂപത്തിൽ അദ്ദേഹം മുമ്പ് കളിച്ചതിനേക്കാൾ ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ട്. ഡിഫൻസിന് അദ്ദേഹം കൂടുതൽ രൂപത്തിൽ ഒരു കവറപ്പ് കൊടുത്തു. ഒഫൻസീവിൽ അദ്ദേഹം അത്രയധികം ഇൻവോൾവ് ആയില്ല എന്നതാണ് യാഥാർത്ഥ്യം. റേറ്റിംഗ് 6. ബ്രമർ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു സോളിഡ് പെർഫോമൻസ് വരുന്നു. മാർക്കിഞ്ഞോസിൻ്റെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടാകുമ്പോൾ ബ്രമറല്ലേ അതിനുള്ള പരിഹാരം എന്ന തോന്നൽ പലർക്കുമുണ്ട്. എന്തായാലും ബ്രമർ രണ്ടാം പകുതിയിൽ നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 6. ലിയോ പെരീര, ഫ്ലെമിംഗോയുടെ ഡിഫൻഡർ, നല്ല രൂപത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ടുള്ളത്. ബ്രമറുമായിട്ട് നല്ല പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. റേറ്റിംഗ് 6. അലക്സാന്ദ്രോ അധികമൊന്നും ഫൈനൽ മിനിറ്റുകളിൽ അദ്ദേഹം അങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും ഡഗ്ലസ് സാൻറ്റോസിന് പകരം വന്നു. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുക്കുന്നില്ല. ഫാബിഞ്ഞോ നല്ല പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു എഫിഷ്യൻ്റ് ഓപ്ഷനാണ്. കാസിമിറോക്ക് പകരം ഇറങ്ങാനൊക്കെ വളരെ എഫിഷ്യൻ്റ് ഓപ്ഷനാണെന്ന് കാര്യത്തിൽ തർക്കമില്ല. അതിന് റേറ്റിംഗ് 6. ഡാനിലോ സാൻറ്റോസ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഗെയിമുകളിലുണ്ടായ അത്ര ഒരു മികവിലേക്ക് പോയി എന്ന് പറയാനില്ല. ചില പുവർ ഡിസിഷൻസ് അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധാരണ അദ്ദേഹം ഡെലിവറി ചെയ്യാറുള്ള അതേ എനർജിയിൽ അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടില്ല. റേറ്റിംഗ് 5.5. ലൂയിസ് എൻറിക്കെ ഒരിക്കൽ കൂടി അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരുമ്പോൾ മികവ് കാണിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരുമ്പോൾ അദ്ദേഹം മികവ് കാണിക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം കാണിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ നല്ല രൂപത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു. നല്ല സ്പീഡും ഡ്രിബ്ലിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം ഫിനിഷ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് ശരിയാണ്. 6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. പിന്നെ എൻട്രിക്ക്, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഓൺ ടച്ചിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ളൊരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ അത് എൻട്രിക്കാണ്. വളരെ മികച്ച രൂപത്തിലാണ് റാഫിഞ്ഞയുടെ ആ പാസ് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചത്. കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു. സോ എൻട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരമായിരിക്കും ഈ വേൾഡ് കപ്പിൽ എന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 6.5. ഞാൻ മാത്യൂസ് കുഞ്ഞ അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കളിച്ച പോലെയുള്ള ഒരു ലെവൽ തന്നെയാണ് കളിച്ചത്. കുറച്ചുകൂടി എഫേർട്ട് അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു വിത്തൗട്ട് ദി ബോൾ. ഏതായാലും അത്രയധികം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ടീമിൻ്റെ നീക്കങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെന്ന് പറയാനുമില്ല. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 5.5. മാർട്ടിനെല്ലി കളിക്കാൻ ഇറങ്ങി, പക്ഷേ അവസാന ഘട്ടത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് റേറ്റിംഗ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ബ്രസീൽ ടീമിലെ ഓരോ താരങ്ങളുടെയും പെർഫോമൻസ്. ബാക്കി നമുക്ക് വിശദമായിട്ട് ടീമിൻ്റെ പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.